എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ പേപ്പറാണ്. അതിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? അപ്പൊ നമ്മൾ എഴുതി നോക്കുക. -5 മൈനസ് ഒരു സംഖ്യ എക്സ് ഈക്വൽ ടു -14. അപ്പൊ എക്സ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഈ എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോവാ, ഇത് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ എന്താണ്? -5 ഇതിനെ ഇങ്ങോട്ട് കൊടുക്കുന്ന എന്താണ്? +14 ആവില്ലേ? ഈക്വൽ ടു ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്താവും? -x +x ആവും. അപ്പൊ x എന്താണ്? -5 +14 രണ്ടും വേറെ വേറെ സൈൻ ആണ് അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡിഫറൻസ് കാണാം. ഡിഫറൻസ് എത്രയാണ്? 14 - 5 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഇനി വലുതിന്റെ ചിഹ്നമാണ് ഇടേണ്ടത്. 14 ആണോ വലുത്, 5 ആണോ വലുത്? 14 ആണ് വലുത്. അതിന്റെ ചിഹ്നം എന്താണ്? പ്ലസ് ആണ്. അപ്പൊ എന്താ നമുക്ക് ആൻസർ വരിക? +9 എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ വലുതേത്? 48ന്റെ 3/4%. 3/4 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കാണുക? 48 × 3/4 ആണ്. ഈ 4 ഇതിലെ എത്ര പ്രാവശ്യം പോവും? 12 പ്രാവശ്യം. 14 ആണ് 48. 12 × 3 എത്രയാണ്? 36. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 36 ആണ്. ഇനി 60ന്റെ 4/5 എന്ന് പറഞ്ഞാലോ? 60 × 4/5. ഇത് എത്രയാണ്? 15 ആണ് 60. 14 48. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരിക? 48 എന്നുള്ളതാണ് ആൻസർ വരിക. അടുത്തത് എന്താണ്? 48ന്റെ 4/3. 3 ആവുമ്പോ ഇവിടെ എത്ര വരും? 16 അല്ലേ വരിക? 16 4 64. അപ്പൊ ഏതാണ് ഇവിടെ ഓപ്ഷൻ വരിക? 64 എന്നുള്ളതാണ്. 60ന്റെ 5/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 60 × 5/4 എന്ന് പറഞ്ഞാൽ ഇവിടെ 15 4 ആണ് 60. അപ്പൊ 15 5 എത്രയാണ്? 75 ആണ്. അപ്പൊ ഏതാണ് ഏറ്റവും വലുത്? ഇതില് 75 ആണ് ഏറ്റവും വലുത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പെൻസിലിന്റെ വില 4.54 ആയാൽ അതുപോലെ 30 പെൻസിലുകളുടെ വില എന്താ ചെയ്യാ? 4.54 × 30 അല്ലേ ചെയ്യാ? 4.54 × 30 ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 454 × 30 ചെയ്യാം. അപ്പൊ എന്തായാലും 0 വരും അല്ലെ? 0 30. ഇനി 3 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 4 12, 1 3 5 15, 1 16, 1 3 4 12, 1 13. ഇനി എത്ര സ്ഥാനം ഇടണം? ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഉണ്ട്. അപ്പൊ ആൻസറിലും പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം ഇടുക. അപ്പൊ ഇവിടെ 1 2 പിന്നെ പോയിന്റ് ഇടുക. അപ്പൊ എത്രയാണ് ആൻസർ? 136.20. സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് എന്നാൽ $4% 6, പെയ്ഡ് എന്നാൽ $5 6 ആയാൽ റൈപ്പ്. ആറിന് ഇവിടെ എന്താ എഴുതിക്കണേ? ഹാഷ്. അപ്പൊ ആദ്യം എന്താ വരിക? ഹാഷ്. ഐന് എന്താ ഇവിടെ എഴുതിക്കണത്? 5. അപ്പൊ ഹാഷും 5ഉം ആയ തന്നെ നമുക്ക് ആൻസർ കിട്ടി അല്ലെ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ എന്ന് കിട്ടി. ബാക്കിയുള്ളത് എഴുതി നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നോക്കണം എന്നുണ്ടെച്ചെങ്കിൽ ഒന്നും കൂടി നോക്കാം. പി എന്നുള്ളത് എന്താണ് വരിക? പി ഡോളർ ആണ് അല്ലെ? അപ്പൊ ഡോളർ എഴുതും. പിന്നെ എന്താണ്? ഇ എന്നുള്ളതിന് ഇവിടെ എന്താ വന്നേക്കണേ? 4. അപ്പൊ ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓറിയൽ റൂം ടെൻഡൺ. ഓറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ട് ഓഫ് ദി ബിൽഡിംഗ്, അതായത് ഒരു റൂം, ബിൽഡിങ്ങിലെ ഒരു റൂമിനെയാണ് ഓറിയൽ എന്ന് പറയാ. അപ്പൊ ടെൻഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മസിൽസിനെ തമ്മിൽ യോജിപ്പിക്കുമ്പോഴാണ്, മസിൽസിലാണ് അല്ലെ ടെൻഡൺ വരിക. അപ്പൊ സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അരുൺ തന്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു എങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ എന്ത്? സാധാരണ നമ്മൾ പറയുമ്പോൾ എങ്ങനെയാണ് ക്ലോക്ക് വരിക? അതായത് ഇവിടെ എന്ത് വരും? വടക്ക് വരും അല്ലെ? ഇവിടെ വടക്ക്, ഇവിടെ തെക്ക്. അപ്പൊ വലതുവശത്ത് കിഴക്ക്,
ഇടതുവശം പടിഞ്ഞാറ് അല്ലേ. അപ്പൊ ഈ വടക്ക് ഇവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം എന്താണ്, 6 PM എങ്ങനെയാണ് വരിക? 6 PM എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി 6-ലും മിനിറ്റ് സൂചി എവിടെ വരും? 12-ലും വരും. അപ്പൊ മിനിറ്റ് സൂചി അപ്പൊ എവിടെയാണ്? ഇതിനെ വടക്ക് ദിശയിലേക്ക് എന്ന് പറഞ്ഞു. വടക്ക് ഇവിടെയാണ് വെച്ചെങ്കിൽ ഇവിടെ എന്താവും? തെക്കാവും അല്ലെ. അപ്പൊ ഇവിടെ എന്താവും? ഈ ഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറാവും, ഈ ഭാഗം എന്ന് പറയുന്നത് എന്താവും? കിഴക്കാവും. ഇനി എന്താ പറഞ്ഞേക്കണേ? 9:15 ആ ക്ലോക്കിലെ മിനിറ്റ് സൂചി 9:15 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സൂചി ഈ 9-ലേക്കാവും അല്ലെ. പക്ഷെ ഈ മിനിറ്റ് സൂചി എവിടേക്കാവും? ഇങ്ങോട്ടാവും. അപ്പൊ മിനിറ്റ് സൂചി ഇവിടെ ദിശയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് എന്താണ്? പടിഞ്ഞാറ് എന്നുള്ളതാണ്. എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലസ് എന്നാൽ ഡിവൈഡഡ് ബൈയും. അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ അല്ലേ വരിക. മൈനസ് എന്നാൽ ഇൻറ്റുവും. ഇത് ഇൻറ്റു അല്ലേ വരിക. ഇൻറ്റു എന്നാൽ പ്ലസും. ഇനി ബോർഡ് മാസ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റും ഓഫും ഒന്നും ഇല്ലാച്ചെങ്കിൽ ഡിവിഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. 100 ഡിവൈഡഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 10 എത്രയാണ്? 10 ആണ്. 10 പിന്നെ ഇൻറ്റു ആണ് ചെയ്യേണ്ടത്. 10 × 20 എത്രയാണ്? 200. പിന്നെയാണ് അഡീഷൻ ചെയ്യേണ്ടത്. അപ്പൊ 200 + 2 എത്രയാണ്? 202. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒറ്റയാനെ കണ്ടെത്തുക. 343, 341, 433, 431. നോക്കൂ, ഇതാണ് 7 ക്യൂബ് അല്ലെ. 7 7 49, 49 × 7 ആണ് എന്തെന്ന് പറയണത്? 343 എന്ന് പറയുന്നത്. അപ്പോ ബാക്കിയെല്ലാം നോക്കൂ, ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. ഇതിന് ഘടകങ്ങളൊന്നുമില്ല. ഇതിന് മാത്രമാണ് ഘടകങ്ങള്. ഘടകങ്ങൾ ഇല്ല എന്നല്ല, ഒന്നും ആ നമ്പറും മാത്രമേ ഉള്ളൂ, വേറെ ഘടകങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിനെ പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. അപ്പൊ 341, 433, 431 ഒക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. 343 അതല്ല, 7-ന്റെ ക്യൂബാണ്. അപ്പൊ അതാണ് ഒറ്റയാനായിട്ട് പറയേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി. ശരാശരി കാണാൻ എന്താ ചെയ്യാ? ടോട്ടൽ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഉണ്ടോ അത് അല്ലെ. അപ്പൊ ടോട്ടൽ കാണാൻ നോക്കൂ. 5ഉം 25ഉം കൂടി കൂട്ടിയ 30 ആയില്ലേ. 10ഉം 20ഉം കൂടി കൂട്ടിയ 30 ആയില്ലേ. 30 30 60 ആയി. 60ഉം 10ഉം 75. 75 ഡിവൈഡഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. അപ്പൊ എന്താ വരിക? 4 5 5, 5 25, 15 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2n+5 = 1024 ആയാൽ എക്സിന്റെ വില. 1024-നെ നമ്മൾ ഘടകങ്ങളാക്കുക. 2-ന്റെ ഘടകങ്ങളാക്കിയ i2 10, o2 2, e2 4, 2 e2 4, i2 10, r2 12, 2 o2 2, e2 4, n2 16. ഇനി 2 64, 2 32, 2 16, 2 8. 8 എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം 2 ക്യൂബാണെന്ന്. അപ്പൊ ഇവിടുന്ന് തൊട്ട് നമുക്ക് അറിയാം അല്ലെ. ഇവിടുന്നല്ല ചെങ്കിൽ ഇവിടുന്ന് തൊട്ടേ നമുക്ക് അറിയാം, പക്ഷെ എന്നാലും നമ്മൾ ചെയ്തു നോക്കാന്ന് മാത്രം. അപ്പൊ 2 ക്യൂബാണ് ഇത്. അപ്പൊ 3 1 4 5 6 7 8 9 10. 2 10 ആണ് 10 24 എന്നുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 10 എന്ന് എഴുതാം. 2n+5 എന്ന് പറയണത് 2 10 ആണ് വെച്ചെങ്കിൽ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം അല്ലെ. മുകളിലുള്ളത് ഇക്വേറ്റ് ചെയ്യാം. n+5 = 10. അപ്പൊ n എന്താ വരിക? 10 - 5. അത് എത്രയാണ്? 5. ആൻസർ എന്താണ്? എ എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.